നമസ്കാരം. ഓരോ പ്രഭാതത്തിലെയും പത്രത്തിലെയും ചാനൽ വാർത്തകളും കേൾക്കുമ്പോൾ സത്യം പറയാൻ ഞെട്ടുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്? 14ഉം 15ഉം വയസ്സുള്ള കുറ്റവാളികളെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ. പറയാൻ കാരണം തലശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളുകൾ ഒന്നിലധികം സ്കൂളുകളിലെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ട്യൂഷൻ സെൻ്ററുകൾ നടത്താറുണ്ട്. ഇപ്പോൾ പണ്ടത്തെ കൂടി ട്യൂഷൻ സെൻ്ററുകൾ വളരെ കുറവാണ്. ഓരോ വിഷയത്തിന് ഓരോ കുട്ടികൾ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതുകൊണ്ടും ഓരോ വ്യക്തികളുടെ വീട്ടിൽ പോകുന്നതുകൊണ്ടും ട്യൂഷൻ സെൻ്ററുകളുടെ എണ്ണം കുറവാണ്. ആ സാഹചര്യത്തിൽ ഈ പല പ്രദേശങ്ങളിലും പല പല സ്കൂളുകളിലെ കുട്ടികളാണ് ഒരേ സമയം ട്യൂഷൻ സെൻ്ററിൽ വരുന്നത്. അവരെ വേർതിരിച്ചറിയാൻ പറ്റുന്നത് യൂണിഫോം കൊണ്ടാണ്. ഞാൻ ഈ പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രമുഖമായ സ്കൂളിൽ ഒരിക്കൽ അവിടുത്തെ എച്ച്.എമ്മോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കുട്ടികൾക്ക് രണ്ട് തരം യൂണിഫോം എന്ന് ചോദിച്ചു. അപ്പോൾ +2 വരുന്ന കുട്ടികൾക്ക് ഒരു യൂണിഫോം, +1 ഉള്ള വിഭാഗത്തിൽ ഒരു കുട്ടികൾക്ക് ഒരു വിഭാഗത്തിന് വേറൊരു യൂണിഫോം കിട്ടും. അപ്പോൾ പറഞ്ഞു, ഓരോ 2 വർഷം കൂടി ഇരിക്കുമ്പോഴും ഞങ്ങൾ യൂണിഫോം ചേഞ്ച് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ +1കാരനെയും +2കാരനെയും തിരിച്ചറിയാൻ വേണ്ടിയാണെന്ന്. അത്രമാത്രം ഒരു ആ എയ്ഡഡ് മാനേജ്മെൻറ്റ് ബുദ്ധിമുട്ടുന്നുണ്ട് കുട്ടികളുടെ വികൃതികൾ എന്നാണ് അതിൽ നിന്ന് മനസ്സിലായത്. ഇവിടെ ഇത് പറയാൻ കാരണം, ഷഹാബാസ് എന്ന് പറയുന്ന 14 വയസ്സുള്ള ഒരു പയ്യനെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ, തൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠികൾ കൂവി എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കൂവൽ അവൻ്റെ പേരിൽ ആരോപിച്ചതിൻ്റെ പേരിൽ അവനെ വളരെ മൃഗീയമായി മർദ്ദിച്ചത് മുഴുവൻ തലയിലായിരുന്നു. തല മൊത്തം തലയ്ക്കകം മുഴുവൻ അടിച്ച് കലക്കി സ്വന്തം വീടിൻ്റെ അടുത്ത് കൊണ്ട് വിട്ടിട്ട് പോവുകയാണ് ഈ നിഷ്ഠൂരന്മാരായ ക്രൂരന്മാർ ചെയ്തത്. 5 പേരടങ്ങുന്ന ഒരു സംഘം. കൂടെ പഠിക്കുന്ന ഒരു കുട്ടി മറിഞ്ഞു വീണാൽ അവനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അവന് അസുഖം വന്നാൽ അവൻ്റെ വീട്ടിൽ പോയി നോട്ട്സ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ സമൂഹത്തിനുണ്ടായിരുന്നു, കേരളത്തിനുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ 10 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ളവൻ കുറ്റകൃത്യം ചെയ്താൽ ജുവനൽ ജസ്റ്റിസ് ആക്ടിനുള്ളിൽ വരുന്നതായതുകൊണ്ട് തങ്ങളെ ശിക്ഷിക്കത്തില്ല എന്ന രീതിയിലാണ് പല കുട്ടികളും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഈ അറിവുകൾ അവർക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് നാം പരിശോധിക്കണം. അതിലെല്ലാം ഉപരി ഈ സ്കൂളുകളിലും കോളേജുകളിലും വർഷാന്ത്യങ്ങളിൽ നടക്കുന്ന ഈ പിരിഞ്ഞുപോക്കൽ ചടങ്ങ് വളരെയേറെ ആൾക്കാരുടെ ഇടയിലേക്ക്, കുട്ടികളുടെ ഇടയിലേക്ക് മദ്യത്തിൻ്റെയും മയക്കുമരുന്നും ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ അങ്കണത്തിൽ കടക്കുവാനും ശത്രുക്കളെ കൈകാര്യം ചെയ്യാനുള്ള അവസ്ഥയെ മാറിയിരിക്കുകയാണ്. പണ്ടൊരു ദേഷ്യം വന്നാൽ ഒന്ന് മഷി കൊടയുകയോ ഒന്ന് ഓടിച്ചിട്ട് ഞുള്ളിട്ട് പോവുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി ചവിട്ടിക്കൂട്ടുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള സത്യം. ഷഹാബാസിനെ അടിച്ച് മറിച്ച് താഴെയിട്ട് അതിന് മുമ്പ് തന്നെ ഇപ്പോഴുള്ള കുട്ടികൾ ഇൻസ്റ്റാ ഗ്രൂപ്പിലൂടെ പറഞ്ഞു അവനെ തട്ടിയേക്കാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞെന്താണ്, നമ്മൾ ഗ്രൂപ്പാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മുടെ പേരിൽ കുട്ടികളായതുകൊണ്ട് കേസെടുക്കത്തില്ല, പോലീസ് കേസെടുക്കില്ല എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഇവരെ ആരെ പഠിപ്പിച്ച്? ഈ 14 വയസ്സ് ഉള്ള ഒരുത്തന് 30ഓ 35ഓ അല്ല 50ഓ വയസ്സുള്ള ഒരാളിൻ്റെ ബുദ്ധിയും അതുപോലെ ഒരാളിനെ കരുതിക്കൂട്ടി കൈകാര്യം ചെയ്യാനും കഴിയുമെങ്കിൽ അവനെ ജുവൽ ജസ്റ്റിസിനകത്തല്ല വരേണ്ടത്, അവനെ സാധാരണ കുറ്റവാളികളുടെ ഇടയിൽ തന്നെ വെക്കുകയും വേണം. അതാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അത് ചെയ്യാത്തടത്തോളം കാലം ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിലെല്ലാം ഉപരി ഇന്നലെ സീരിയസ് ആയി വെന്റിലേറ്ററിൽ കിടന്ന കുട്ടിയെ ആക്രമിച്ച് 5 പേരെ പോലീസ് ജുവനൽ ജസ്റ്റിസ് ഇതിനു മുമ്പിൽ കൊണ്ടുവിട്ടപ്പോൾ അവൻ്റെ വീട്ടുകാരുടെ വഴിയിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അതും തെറ്റായ നടപടിയല്ലേ? അവൻ ഇന്ന് തിരിച്ച് വന്നില്ല എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എന്നാലും അവരുടെ പേരിൽ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു. നമ്മളിവിടെ വിചാരിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അതായത് 5-10 വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒത്തിരി ആരാധനാ പാത്രങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സമൂഹത്തിൻ്റെ പല കാര്യങ്ങളും അവരിലേക്ക് ആവാഹിക്കപ്പെടുന്നുണ്ട്. ഈ സിനിമ അവരെ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ സിഗരറ്റും കഞ്ചാവും മദ്യവും കത്തിക്കുത്തുമില്ലാത്ത സിനിമകൾ കുട്ടികളുടെ ഇടയിലേക്ക് ചെല്ലുന്നില്ല. അതൊക്കെ കാണാനാണ് കുട്ടികൾക്ക് താല്പര്യം. സിനിമാ നടന്മാരിൽ തന്നെ നല്ലൊരു വിഭാഗം ലഹരിക്ക് അടിമയാണെന്നുള്ള കാര്യം കുട്ടികൾക്കും അറിയാം. തങ്ങളുടെ ആരാധനാപാത്രം ഇങ്ങനെയാണെങ്കിൽ തങ്ങൾക്കും ഇതാകാം എന്നുള്ളതാണ് കുട്ടികൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ഒരു കാരണം. മറ്റൊരു കാരണം, ഏത് മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടാലും പുറത്തു വരും എന്ന് കുട്ടികൾക്കറിയാം. ഇപ്പം നമ്മുടെ ഒരു പഞ്ചായത്തിലെ ഒരു പഞ്ചായത്തിലൊരു വാർഡിലെ മുഴുവൻ ആൾക്കാരെ നശിപ്പിക്കാൻ കഴിയുന്ന 900 ഗ്രാമോ അല്ലെ 1 കിലോയ്ക്ക് താഴെയുള്ള കഞ്ചാവ് കൊണ്ടായിട്ട് ആളെ പിടിച്ചാൽ അയാൾക്ക് സ്റ്റേഷൻ ജാമ്യമാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നിയമത്തിലെ പഴുതുകൾ ഈ ലഹരി മാഫിയ ശരിക്കും വിനിയോഗിക്കുന്നുണ്ട്. ലഹരിയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സർക്കാരിന് യാതൊരു താല്പര്യവുമില്ല. ഇന്ന് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷ്, അദ്ദേഹത്തിന് കുട്ടികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് അദ്ദേഹം അപഹാസ്യനായ രീതിയിലാണ് ഒരു മലയാള മനോരമയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ മറ്റുള്ളിടത്തെ അപേക്ഷിച്ച് ഇവിടെ ലഹരിയുടെ വ്യാപനം കുറവാണെന്നാണ് പറഞ്ഞത്. ഇവിടെ കുറേയധികം കേസുകൾ പിടിച്ചെന്നാണ് പറഞ്ഞത്.
ഇപ്പോൾ 2000-3000 കേസുകൾ പോലീസോ എക്സൈസോ പിടിച്ചുകൊണ്ട് എങ്ങനെ പിടിക്കുന്നത്? ഇവിടുത്തെ പോലീസിന് അവരുടെ ഹണ്ട് എന്ന രീതിയിൽ പോയിട്ട് പോലീസ് ചെയ്യുന്നത് ബംഗാളിയെ പിടിച്ച് അവൻ്റെ എന്തെങ്കിലും ഒക്കെ സാധനം കാണും, അവനെ പിടിക്കും. അപ്പോൾ 10 ബംഗാളിയെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തുണ്ട്, 10 കേസ് ഒരു സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എന്നിട്ട് അവനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്യും. അവന് 1000 1000 അല്ലെ 500 രൂപ പെറ്റി അടിച്ച് അവൻ വളരെ നിർബാധം പുറത്തേക്ക് ഇറങ്ങി പോകുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പോലും ലഹരി വ്യാപനത്തെ നമ്മുടെ മന്ത്രി തന്നെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ലഹരി വ്യാപനം ഉണ്ട് എന്നോ അത് ഒഴിവാക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്, ഇവിടെ കുറവാണെന്നാണ് പറഞ്ഞത്. എന്ത് കാര്യം പറഞ്ഞാൽ, കുറ്റകൃത്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഓൾ ഇന്ത്യയിലെ കുറ്റകൃത്യമായി കേരളത്തെ താരതമ്യം ചെയ്യാൻ പറയും. ജനകോടികൾ താമസിക്കുന്ന യു പിയിലെ ജനസംഖ്യയും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ജനസംഖ്യ തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്? യു പിയിലെ വിദ്യാഭ്യാസ സമ്പ്രദായമാണോ കേരളത്തിലുള്ളത്? യു പിയിലെ ജനങ്ങളുടെ ജീവിത രീതിയാണോ കേരളത്തിലുള്ളത്? സാംസ്കാരിക സമ്പന്നരായ 100ഓളം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെന്നാണ് നമ്മൾ പറയുന്നത്. ഓരോരുത്തരും സാംസ്കാരിക സമ്പന്നന്മാരാണെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ആ വിശ്വാസം അനുസരിച്ച് പോകുമ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തനമല്ലേ ഉണ്ടാകേണ്ടത്? സ്കൂളുകളൊക്കെ തന്നെ പിടിച്ചു കിട്ടാനാവാത്ത വിധം ലഹരി മാഫിയയുടെ കയ്യിലാണ്. അവരെ പിടിക്കുവാൻ പോലീസിനോ എക്സൈസിനോ ഒന്നും കഴിയില്ല. നമുക്കിപ്പം അറിയാം, 7 പേരോടൊപ്പം ഒന്നിരുന്ന് മദ്യപിച്ച് മയക്കുമരുന്ന് കഴിക്കുകയോ കഞ്ചാവ് കഴിക്കുകയോ ചെയ്ത പ്രതിഭ MLA മകനെ അറസ്റ്റ് ചെയ്ത പോലീസുകാർക്ക് എക്സൈസുകാർക്കെതിരെ സർക്കാർ നടപടിക്ക് പോവുകയാണ്. അവന് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നു. ആ സ്ഥലത്താണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ മകൻ ലഹരി കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ അത് പോലീസിൽ വിളിച്ചു പറയാനോ ഇത്തരം നടപടികൾക്ക് പോകാതെ മാതൃകാപരമായി പെരുമാറിയത്. 2 പൊതുപ്രവർത്തകർ തങ്ങളുടെ വ്യത്യാസമാണ് ഞാൻ ഈ പറഞ്ഞത്. രാഷ്ട്രീയക്കാരൻ്റെ പിൻബലമില്ലാതെ ഇവിടെ ഒരു ലഹരിയും നടക്കില്ല. വിശേഷിച്ച് ഭരിക്കുന്നവരുടെ പിൻബലവും ഭരിക്കുന്നവരുടെ യുവജന വിഭാഗവുമാണ് ലഹരിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയാതിരിക്കാൻ യാതൊരു കാരണവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വേണമെങ്കിൽ അവരോടൊപ്പം നിങ്ങൾ നിന്നില്ലെങ്കിൽ, മക്കളെ സ്കൂളിൽ കൊണ്ട് ചേർത്തതിന് ശേഷം അച്ഛനും അമ്മയും പോകുന്നത് TC വാങ്ങാനോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകാറില്ല. ആ അവസ്ഥയിലാണ് കേരളത്തിൻ്റെ അവസ്ഥ. അതില്ലാതെ എല്ലാ PT യോഗങ്ങൾക്കും സ്കൂളുകളുമായി നല്ല ബന്ധം നമ്മുടെ മാതാപിതാക്കൾക്കില്ല എങ്കിൽ നമുക്ക് മക്കളെ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്കൂളിൽ കൊണ്ടുവിടുന്ന ഓരോ കുട്ടിയുടെയും ജീവിതമെന്ന് പറയുന്നത് ഈ ലഹരി മാഫിയയിൽ ഹോമിക്കാനുള്ളതല്ലെന്ന് മനസ്സിലാക്കുക. പെൺകുട്ടികൾ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ഈ വഴിയിലൂടെയാണ്. വിദൂര സ്ഥലങ്ങളിൽ പോയി പഠിക്കുമെന്നാണ് കുട്ടികളുടെ പലരുടെയും വാശി. അങ്ങനെ പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഓർക്കുക, അവർക്ക് അവിടെ കൊടുക്കുന്ന അവരൊരു കടയിൽ പോയി ജ്യൂസ് കുടിച്ചാൽ അല്ലെങ്കിൽ ചായ കുടിച്ചാൽ, സാധാരണ ജ്യൂസാണല്ലോ പെൺകുട്ടികളും ആൺകുട്ടികളും കുടിക്കുമ്പോൾ അത് എടുത്തു കൊടുക്കുന്ന സപ്ലയറുടെ നഖത്തിനിടയിൽ വരെ മയക്കുമരുന്ന് വെച്ചിട്ട് ഇതിൽ മുക്കിയാണ് കൊടുക്കുന്നത്. പിറ്റേ ദിവസം വീണ്ടും അത് കഴിക്കാൻ അവരോട് ചെല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതൊക്കെ അറിയാത്തവരല്ല ഇവിടുത്തെ എക്സൈസുകാർ, ഇതൊന്നും അറിയാത്തവരല്ല ഇവിടുത്തെ ഭരണകർത്താക്കൾ. പക്ഷേ ഇവരെല്ലാം കണ്ണടക്കുകയാണ്. എന്തിനു വേണ്ടി? പണത്തിന് വേണ്ടി. വല്ലോൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കണ്ടു ചിരിക്കാമെന്ന് പറഞ്ഞ പോലെ സർക്കാരിന് കുറേ കാശ് കിട്ടാൻ വേണ്ടി ആണ് ഈ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നല്ല പ്രഭാതം ഓരോ ദിവസവും നമുക്കുണ്ടാകാൻ വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.